അറ്റ്ലസ് ഡയറക്റ്റഡ് ബൈ ബ്രാഡ്. ഇതിപ്പോൾ 2 ദിവസം മുന്നേ OTT ഇറങ്ങിയൊരു സിനിമയാണ് ഈ അറ്റ്ലസ് എന്ന് പറയുന്നത്. ഗംഭീര സിനിമയാണ്. ഞാൻ ഗംഭീരം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സിനിമേൻ്റെ റേറ്റിംഗ് ഗൂഗിളിൽ നിന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം 3.1 മാത്രമല്ല. അതിൽ പല ആൾക്കാരും 1 സ്റ്റാർ റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഇതൊരു സയൻസ് ഫിക്ഷൻ സാധനമാണ്. സയൻസ് ഫിക്ഷൻ മൂവി എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാനുള്ള സാധ്യത എപ്പോഴും കുറവാണ്. അപ്പോൾ എനിക്ക് പറയാൻ ആ റേറ്റിംഗ് കണ്ടിട്ട് സിനിമ കാണാതിരിക്കേണ്ട. കാരണം സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് പോയൊരു സിനിമ തന്നെയാണ് അറ്റ്ലസ് എന്ന് പറയുന്നത്. അത് ഈ സിനിമേൻ്റെ ഒരു പ്ലോട്ട് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എടുത്തൊരു സിനിമയാണ്. അതായത് ആൾക്കാരെക്കാളും ഡേഞ്ചറായിട്ട് ഉള്ളതാണല്ലോ AI എന്ന് പറയുന്നത്. ആ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കാര്യങ്ങളും പിന്നെ ഇത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഇത് ഈ എന്താ പറയുക കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടിട്ട് ഒരു റോബോട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ അറിയാലോ. അതൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. പക്ഷേ സിനിമ ഒരു നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് ഇമോഷനും പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ജെന്നിഫർ ലോപ്പസ് ആണ്. ജെന്നിഫർ ലോപ്പസ് ഇതിൽ ഒരു റോബോട്ടിൻ്റെ ഉള്ളിൽ കയറും. റോബോട്ടിൻ്റെ ഉള്ളിൽ കയറിയാൽ അറിയാലോ. അപ്പോൾ ഇതിന് ഈ റോബോട്ടിൻ്റെ ഉള്ളിലുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടല്ലോ, ഈ സംസാരിക്കുന്ന വോയിസ് ഇങ്ങനെ വരും. നമ്മളെ എന്താ പറയുക ആപ്പിളുടെ ഇതിൽ ഒരു സോഫ്റ്റ്വെയർ സിറി എന്ന് പറഞ്ഞാൽ അതേപോലെ ഇങ്ങനെ സംസാരിക്കുമല്ലോ. അതും ഈ ജെന്നിഫർ ലോപ്പസും കൂടെയുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിനിമയിലുള്ള ഒരു എന്താ പറയുക ഒരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു VFX ആണ് ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുള്ളത്. അതും ആദ്യത്തെ വിഷ്വൽസ് സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. എന്തോ വിഷ്വൽസ് എന്ന് പറയുക നല്ല രീതിയിൽ അവർ പണിതിട്ടുണ്ട്. അത് VFX ഒക്കെ പക്ക, ആർട്ടാണെങ്കിൽ പിന്നെയും പക്ക, അത്ര അധികം പെർഫെക്ഷനോട് കൂടിയിട്ട് ചെയ്തു. ഞങ്ങൾ ഇംഗ്ലീഷ് സിനിമകൾ ഇങ്ങനെ കാണുന്ന ആൾക്കാർക്ക് ഒരു പുതുമ ആവില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ഇപ്പോൾ ചില ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ഇത് അറിയാലോ, VFX ഒക്കെ അറിയാലോ. അപ്പോൾ അതോ ഇതിൽ ഈ VFX എന്ന് പറഞ്ഞ സാധനത്തിൽ അവരുടെ ചെബട്ടി ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ജെന്നിഫർ ലോപ്പസിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞ സമയത്ത് ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെന്നിഫർ ലോപ്പസോ ഈ റോബോട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ക്യാരക്ടറും ഇല്ലാതെ അങ്ങനെ പോകുന്ന സിനിമയാണ്. സിനിമൻ്റെ ഒരു തുടക്കത്തിലോ അതേപോലെ തന്നെ ഈ സിനിമ അങ്ങനെ അവസാനിക്കണ ആ ഒരു സമയത്ത് മാത്രമാണ് ജെന്നിഫർ ലോപ്പസിൻ്റെ ഒപ്പം നിൽക്കണം. ഈ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ക്യാരക്ടേഴ്സൊക്കെ ഇതിൽ വരുന്നത്. പക്ഷേ ഇതിനൊരു മിഡിൽ ഫേസ് ഉണ്ട്, മനസ്സിലായി. ഒരു 3/4 മണിക്കൂറോളം, അത് 1.5 മണിക്കൂറൊക്കെ ഡ്യൂറേഷൻ, അതിനൊരു 3/4 മണിക്കൂറോളം ജെന്നിഫർ ലോപ്പസ് മാത്രമേ ഉള്ളൂ. ആ സമയത്തുള്ള ജെന്നിഫർ ലോപ്പസിൻ്റെ ഒക്കെ പെർഫോമൻസ് ഒക്കെ പക്കായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ക്രിഞ്ചായിട്ട് തോന്നണില്ല എന്നുള്ളത് മാത്രമല്ല, ഈ ജെന്നിഫർ ലോപ്പസിൻ്റെ ഈ ഒരു പെർഫോമൻസ് ആണ് സിനിമ മൊത്തത്തേക്ക് ആഡ് ചെയ്യുന്നത്, മനസ്സിലായില്ല. അപ്പോൾ അത് അങ്ങനെയൊക്കെ കൂടുതൽ സിനിമയാണ്. അതേപോലെ തന്നെ BGM എന്ന് പറയാൻ ഇത് സാധനം ഒരു സർവൈവൽ മൂഡിലേക്ക് ഇത് മാറുന്നുണ്ട്. ഒരു സമയത്ത് ഇതൊരു സർവൈവൽ മൂഡിലേക്ക് മാറുന്ന സമയത്തുള്ള ആ BGM ആണ് പിന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ബാക്കിയൊക്കെ പത്രം മൈന്യൂട്ടായിട്ട് കൊടുക്കുന്ന BGM ആണ്. പിന്നെയുള്ള BGM ഇത് ഇങ്ങനെ റേസ് ആയി വരുന്ന സമയത്തൊക്കെ BGM കേൾക്കാൻ നല്ല രസമുണ്ട്. അതേപോലെ എനിക്ക് എന്താണെന്ന് പറയുക, എനിക്കിത് ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടമാണ്. ഈ സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എടുക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, മനുഷ്യന്മാർക്ക് ഡേഞ്ചറായി മാറുന്നത് നിയന്ത്രണം വിട്ട് റോബോട്ട് പോണ്. അപ്പോൾ അറിയാം എന്തൊക്കെ രാശി സംഭവിക്കുന്നുള്ള അറിയുന്നുണ്ടെങ്കിൽ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ അതുണ്ടാവും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട്. ഒരു കാര്യം പറയാൻ വിട്ട് പോയത് ഇത് ആക്ഷൻ സീക്വൻസ് ആണ്. ആക്ഷൻ സീക്വൻസ് എന്ന് പറയുമ്പോൾ അവസാനത്തോടെ എടുക്കുമ്പോൾ ഒരു ആക്ഷൻ സീക്വൻസ് ആണ്. അതിൽ മെയിൻ വില്ലനായിട്ടുള്ള കുറച്ചൊരു ആക്ഷൻ സീക്വൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ക്ലൈമാക്സിൽ ഇതിലൊരു എൻഡിങ് ഉണ്ട് സിനിമേൻ്റെ, അത് ഭയങ്കര എനിക്കിഷ്ടമായി. അത് ഒരു നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് അത് പോയി എൻഡ് ചെയ്യുന്നത്. ഏറ്റവും എൻഡിങ് കിട്ടുക അതായത് സിനിമേൻ്റെ അവസാനത്തെ സെക്കൻഡ്സ് ഉണ്ടല്ലോ, ആ സെക്കൻഡ്സിലുള്ള ജെന്നിഫർ ലോപ്പസ് ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിലാണ് ഇത് അവസാനിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ എൻഡിങ്. ഇത് വെറുതെ ഒരു പ്രഡിക്റ്റബിളായ സാധനം എങ്ങനെ അവസാനിക്കുന്നുള്ള അറിയാം. അത് അവിടെ സിനിമ ചെയ്യാതെ പിന്നെയും കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയി പോയത് ഒരു എക്സ്റ്റെൻഡ് ആയി പോണ സമയത്തുള്ള കുറച്ചൊരു ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു സാധനമുണ്ട്. അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് എടുത്ത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സിനിമ എന്തായാലും ഡെഫിനിറ്റ്ലി അതൊന്ന് കണ്ടു നോക്കുക. അതൊരു എന്തായാലും ഇഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ ട്രാൻസ്ഫോമേഴ്സൊക്കെ മലയാളികൾ കുറേ ഏറ്റെടുത്തിട്ട് ട്രാൻസ്ഫോമേഴ്സിൻ്റെ അത്ര ഇല്ല കേട്ടോ. ഞാൻ പറയാം റോബോട്ടുകൾ എന്ന് പറഞ്ഞാണ്, പക്ഷേ ഒരു പ്രത്യേക രീതിയിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. കാരണം ഇന്നത്തെ സാധനങ്ങൾ ഇതിന് മുന്നൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി കാണിക്കാനൊന്നും ഇല്ല, മനസ്സിലായില്ല. ഇപ്പോൾ വെറൈറ്റി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ എന്ത് വെറൈറ്റി കൊണ്ടുവരാനാണ്? അത് അവിടെ തന്നെ പ്രഡിക്റ്റബിൾ ആയിട്ട് പോണ ഒരു സിനിമ തന്നെ ഏതെന്നുണ്ടെങ്കിൽ അത് സിനിമനെ ബാധിക്കണില്ല. കാരണം അത് അത്ര നല്ല രീതിയിൽ ഒരു മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എൻഗേജിങ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ നമുക്കെന്നെ സംശയം തോന്നുന്നു ഒരു സമയത്ത് ഇങ്ങനെ രക്ഷപ്പെടുമോ ഇല്ല എന്നുള്ളൊക്കെ സംഭവമൊക്കെ നമ്മളെ മനസ്സിലേക്ക് വരും. അടിപൊളി ആക്ഷൻ സീക്വൻസ് കാര്യങ്ങളൊക്കെ അങ്ങനെ മൊത്തത്തിൽ ഒക്കെ കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ച നല്ലൊരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ കൂടി അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല എൻഗേജിങ് ആയിട്ട് എടുത്ത് വെച്ചൊരു നല്ലൊരു സിനിമയാണ് അറ്റ്ലസ് എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി നല്ല രീതിയിൽ സിനിമ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം വെക്കുക. ദിസ് ഇസ് ആക്ടിവ് ടോക്സ് സൈനിങ് ഓഫ്.